കഴിഞ്ഞ ദിവസം ഇഡിക്ക് മുൻപിൽ രണ്ട് പ്രധാനപ്പെട്ട ആളുകൾ എത്തിയിരുന്നു. നടൻ ജയറാമും ഒപ്പം കൽപേഷും. ജയറാം ഈ ഇഡിക്ക് മുൻപിൽ എത്തുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അയ്യന്റെ സ്വർണം കട്ടവരെ വെറുതെ വിടില്ല എന്നാണ്. എന്താണ് കൃഷ്ണരാജ് പറയാനുള്ളത്? അല്ല, എനിക്ക് അതിൽ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാനുണ്ട്. അതായത് ഈ ശബരിമലയിലെ സ്വർണം കൊണ്ടുവന്നു എന്ന് കേട്ടുടൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് പൂജിക്കൂ എന്ന് ജയറാം പറഞ്ഞത് ശരിയാണോ? അല്ലല്ല. കാരണം എത്രയോ മനുഷ്യർ അവിടെ വ്രതം നോറ്റ് പോയാണ് ഇതൊക്കെ കാണുന്നത്, അയ്യനെ കണ്ട് വണങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് അത്ര ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ തെറ്റ് ചെയ്തവർ കുടുങ്ങട്ടെ എന്ന ജയറാമിൻ്റെ പ്രതികരണത്തോട് യോജിക്കുകയും വേണം. കാരണം ആരത് ചെയ്താലും വിശ്വാസിയാണ് ജയറാം. അപ്പോൾ സ്വാഭാവികമായും ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ തൊഴുതു നിൽക്കുന്ന ആളാണ്. അത് എത്രമാത്രം ചെണ്ടക്കമ്പക്കാരനാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവവിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ജയറാം. അപ്പോൾ ജയറാമിൻ്റെ ആ പ്രതികരണം സ്വീകാര്യമാണ്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് അത് വേണ്ടിയിരുന്നോ, അങ്ങനെ ആഗ്രഹിക്കണമായിരുന്നോ എന്നുള്ള കാര്യമാണ്. അല്ല, കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് നമുക്കൊക്കെ ഒരു സാമൂഹ്യ ബോധം എന്നൊരു സംഭവമുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് നടൻ ജയറാമിന് അവിടെ പ്രാവർത്തികമാക്കാൻ കഴിയാത്തത്? എങ്ങനെയാണ് ശബരിമലയിലെ വിഗ്രഹം അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി നമ്മുടെ ഒരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ചലച്ചിത്ര താരവും എല്ലാവരും അയ്യൻ്റെ മുമ്പിൽ സാധാരണക്കാർ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ കൊണ്ടെത്തി ഒരു പൂജ നടത്താൻ സാധിക്കുന്നതും? ജയറാം തന്നെയാണ് ആവശ്യപ്പെട്ടത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ജയറാം ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക? അതിനെ ഒരു ചിന്തിക്കേണ്ട കാര്യമല്ലേ കൃഷ്ണരാജ്? ശരി, തീർച്ചയായും നമുക്ക് ആ വാർത്തയിലേക്ക് പോകാം അല്ലേ. ശബരിമല സ്വർണ്ണപ്പാളികൾ വെച്ചുള്ള 3 പൂജകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സമ്മതിച്ച് നടൻ ജയറാം. വീട്ടിലേക്ക് സ്വർണ്ണപ്പാളി എത്തിച്ചത് താൻ ആവശ്യപ്പെട്ടിട്ടാണെന്നും ജയറാം ഇഡിക്ക് മൊഴി നൽകി. 6 വർഷം മുൻപ് നടന്ന കാര്യങ്ങളിൽ ഓർമ്മക്കുറവുള്ളതുകൊണ്ടാണ് വിശദീകരണങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായത്. കവർച്ച നടത്തിയ സ്വർണമാണെന്നറിയാതെയാണ് സ്വർണം ഗോവർദ്ധനന് എത്തിച്ചതെന്ന് ഇഡി ചോദ്യം ചെയ്ത ഇടനിലക്കാരൻ കൽപേഷും മൊഴി നൽകി. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് ഇവരുടെ മൊഴികളിൽ പറയുന്നത്? കൃഷ്ണരാജ്, ഇവിടെ വളരെ വിശദമായൊരു മൊഴി. കാരണം ജയറാം പറയുന്നത് അനുസരിച്ച് തന്നെ തനിക്കൊന്നും മറച്ചു വെക്കാനില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ജയറാം മൊഴി രേഖപ്പെടുത്തിയത്, മൊഴി നൽകിയത്. അതിൽ പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജയറാം സമ്മതിക്കുന്നുണ്ട്. 3 തവണ സ്വർണ്ണപ്പാളികൾ വെച്ചുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേൽനോട്ടത്തിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രത്യേക താല്പര്യത്തിലും നടന്നിട്ടുള്ള 3 പൂജകളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. അത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്ന പൂജയിലാണെങ്കിലും ഒരു ക്ഷേത്രത്തിൽ നടന്ന പൂജയിലാണെങ്കിലും ഒപ്പം തന്നെ തൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ അങ്ങനെ 3 പൂജകളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ ചില പ്രസ്താവനകളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങളിൽ തീയതികളിലും മാസങ്ങളിലും അടക്കം തനിക്ക് തെറ്റുപറ്റി. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ 2019 നടന്ന ഒരു സംഭവമാണ്. അത് ഓർത്തെടുക്കുന്നതിലുണ്ടായ, കാരണം നിരവധി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടികളിൽ താൻ പങ്കെടുക്കാറുണ്ട്. അവിടെയെല്ലാം ഉത്സവ കമ്മിറ്റിക്കാർ, ക്ഷേത്ര ആഘോഷ കമ്മിറ്റിക്കാർ തന്നെ ക്ഷണിക്കാറുണ്ട്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും പരമാവധി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്കാണ് അങ്ങനെ വിളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൂജകളിൽ പങ്കെടുത്തതിന് കൃത്യമായ തീയതികൾ ഓർക്കാതെ പോയി. അങ്ങനെയാണ് ഒരേ ദിവസം തന്നെയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജ നടത്തിയതും അത് കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് എത്തിയതും എന്നതടക്കമുള്ള ചില മൊഴികൾ നൽകേണ്ടി വന്നത് എന്ന കാര്യമാണ് ജയറാം മറ്റൊരു വിശദമായ വ്യക്തമാക്കിയിരിക്കുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് SITക്ക് ലഭിച്ച മൊഴി അടക്കം ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ അന്വേഷണ സംഘം ചോദിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്ന ഘട്ടത്തിൽ സമാനമായ ജയറാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കുറ്റക്കാരാരാണെങ്കിലും പുറത്തു കൊണ്ടുവരണം. ഒരു തരത്തിലും ശബരിമലയിൽ ഭാരതമാകെ എല്ലാവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും വിശ്വാസപൂർവ്വം കാണുന്ന പുണ്യ കേന്ദ്രമാണ് ശബരിമല. അവിടെ ഒരു തരത്തിലുള്ള ക്രമക്കേടും നടത്താൻ താനും അനുവദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമത്തിന്റെ മുന്നിൽ വരണം. അതിന് തന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നായിരുന്നു കയറി പോകുമ്പോൾ പറഞ്ഞത്. തിരിച്ച് ചോദ്യം ചെയ്യലിന് ശേഷം ഇറങ്ങി വരുമ്പോഴും ജയറാം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും തനിക്ക് പറയാനുള്ളതെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജയറാം അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടില്ല. താൻ ഈ ഒരു ക്ഷേത്ര പൂജയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് തൻ്റെ വീട്ടിൽ വെച്ച് പൂജിച്ചപ്പോൾ സ്വാഭാവികമായും അത് പൂജ നടത്തുന്ന ആളുകൾക്ക്, അതിൻ്റെ കർമ്മികൾക്ക് ദക്ഷിണ നൽകാറുണ്ട്. അങ്ങനെ താൻ ദക്ഷിണ നൽകിയിട്ടുണ്ട് എന്നതിനപ്പുറം മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലം ഈ സ്വർണ്ണപ്പാളികൾ തൻ്റെ
വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു സാമ്പത്തിക ഇടപാടുകളും തങ്ങൾ തമ്മിൽ നടന്നില്ല എന്ന് തന്നെയാണ്. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അവർക്ക് വ്യക്തമാകാനുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ജയറാമും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ജയറാമിന്റെ പരിചയത്തിലോ അല്ലെങ്കിൽ ജയറാം പരിചയപ്പെടുത്തിയ ആളുകളിൽ നിന്നോ ഉണ്ണികൃഷ്ണൻ പോറ്റി പണം വാങ്ങിയിട്ടുണ്ടോ, അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുവന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുവന്ന് പൂജ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുവന്ന കട്ടിളപ്പാളികൾ അത് മറ്റെവിടെയെങ്കിലും എത്തിച്ചുകൊണ്ട് പൂജകൾ നടത്തുകയോ അല്ലെങ്കിൽ പൂജകളുടെ പേരിൽ വിശ്വാസികളെ ചൂഷണം ചെയ്ത് പണം കൈപ്പറ്റുന്ന ഒരു മാർഗം അവലംബിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നത് തന്നെയായിരുന്നു. എന്നാൽ ജയറാം അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത് പൂർണ്ണമായും ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ആണ് ചോദ്യം ചെയ്യലിനോട് പ്രതികരിച്ചത്. താൻ തെറ്റുകാരനല്ല, ഒരു തരത്തിലും താൻ ഇതിന്റെ ഭാഗമല്ല, മറിച്ച് തനിക്ക് പറയാനെല്ലാം ഉള്ളതെല്ലാം ഇതാ പറയുന്നു അന്വേഷണ സംഘത്തോട് എന്ന രീതിയിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യലിനോട് ജയറാം പ്രതികരിച്ചതും. പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ മറുപടിയും അത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു, ആത്മവിശ്വാസം തുളുമ്പുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായ മറുപടികൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾ ഉണ്ടായിരുന്ന നിരവധി ചോദ്യങ്ങൾക്ക് അത് ദൂരീകരിക്കുന്ന മറുപടികൾ കൂടി നൽകിയതോടുകൂടിയാണ് 4 മണിക്കൂർ കൊണ്ട് ജയറാമിന്റെ ചോദ്യം ചെയ്യൽ അവസാനിച്ചത്. എന്നാൽ ഈ മൊഴി പരിശോധിച്ച് മറ്റു ആളുകളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തിയ ശേഷം, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളുടെ മൊഴി ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്താനുണ്ട്. ആ മൊഴികൾ കൂടി പരിശോധിച്ചതിന് ശേഷം ആവശ്യമെങ്കിൽ ജയറാമിൽ നിന്ന് കൂടുതൽ വ്യക്തത തേടുക എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ജയറാം വ്യക്തമാക്കുന്നുണ്ട്, തനിക്ക് വീഴ്ചകൾ പറ്റി ഇയാളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, അയാളുടെ തട്ടിപ്പുകൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, വ്യക്തിപരമായ ആളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ എല്ലാം തന്നെ വീഴ്ചകൾ സംഭവിച്ചു എന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ തുറന്ന് ജയറാം സമ്മതിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് താൻ പോകുമെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും വിളിച്ചാൽ ഈ ക്ഷേത്ര പരിപാടികളുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകും. എന്നാൽ ആളുകളുടെ ഒരു പശ്ചാത്തലം പരിശോധിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ജാഗ്രത പാലിച്ചുകൊണ്ടായിരിക്കും മുന്നോട്ട് പോവുക എന്നൊരു കാര്യം കൂടിയാണ് ജയറാം പറയുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശദമായ മൊഴി അടിസ്ഥാനമാക്കി, പ്രത്യേകിച്ച് നേരത്തെ മറ്റ് ആളുകൾ നൽകിയിരിക്കുന്ന മൊഴികളുണ്ട്. ചെന്നൈയിൽ അന്വേഷണ സംഘം എത്തിയപ്പോൾ ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളുണ്ട്. അവിടെ ചെന്നൈയിൽ പരിശോധന നടത്തുമ്പോൾ ലഭിച്ച വിവരങ്ങൾ, ഒപ്പം തന്നെ ജയറാമിന്റെ വീട്ടിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില സാക്ഷികൾ നൽകിയ മൊഴികളുണ്ട്. ആ മൊഴികളുമായി എല്ലാം തന്നെ പൂർണ്ണമായും പൊരുത്തപ്പെടുന്നതാണോ ജയറാം ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴികൾ എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോവുക. ഈ അന്വേഷണം എല്ലാം തന്നെ വ്യക്തമാകുന്നത് ഒരു പക്ഷേ ജയറാമിനെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു നടപടിയിലേക്ക് തന്നെയാണ്. കാരണം അന്വേഷണ സംഘത്തിന്റെ കേസ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി ഏതാനും സാക്ഷികൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ ശക്തരായ സാക്ഷികൾ തന്നെയാണ് അതുമായി വേണ്ടത് കേസ് ബലപ്പെടുത്താൻ എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാക്ഷികളെ തന്നെയായിരിക്കും, അത് നടൻ ജയറാം അടക്കമുള്ള ആളുകളായിരിക്കും ഈ സാക്ഷി പട്ടികയിൽ ഉണ്ടാവുക. ശരി, ജിജീഷ് കർണാനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ജയറാം പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാളാകാൻ സാധ്യതയുണ്ട്. അതായത് എനിക്ക് കൃത്യമായി അറിയില്ലായിരുന്നു, ഇത് കവർന്ന സ്വർണ്ണമാണെന്ന് അറിയില്ലായിരുന്നു എന്നാണ് ജയറാം മൊഴി നൽകിയത്. ഏതായാലും കാത്തിരുന്ന് കാണണം എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്. പ്രതിദിനം അനുനിമിഷം പുതിയ പുതിയ വാർത്തകളാണ് സ്വർണ്ണക്കവർച്ച സംബന്ധിച്ച് വരുന്നത്. പക്ഷേ SIT ഇപ്പോഴും വട്ടമിട്ട് ചില പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്നു എന്നത് നമ്മൾ എടുത്തു പറയണം. ഒരു വ്യക്തതയില്ല അന്വേഷണങ്ങൾക്കൊന്നും. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.